ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് രാവിലെ മുതൽ വൈകുന്നേരം വരെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ്. നമുക്ക് വീഡിയോ കണ്ടാലോ? അപ്പം ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്ന് മുറ്റമൊക്കെ അടിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി നല്ല മഴയും കാറ്റും ആയതുകൊണ്ട് കുറച്ച് കടണ്ടായിരുന്നു. കുറേ സമയം മുറ്റമടിക്കാൻ വേണ്ടി പോയി. എൻ്റെ ചാനലിലേക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. അവരോട് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഇനി അങ്ങോട്ടും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അങ്ങനെ മുറ്റമൊക്കെ അടിച്ചു കഴിഞ്ഞ് പിന്നെ എൻ്റെ ഊഴം എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ്. ഇന്ന് ഞങ്ങൾക്ക് പുട്ടും പയറുകറിയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റൊക്കെ ചെയ്ത് അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട്. കുറച്ച് പാത്രമൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ച് പിന്നെ ഗ്യാസിൻ്റെ സൈഡൊക്കെ നന്നായി ക്ലീൻ ചെയ്തിരുന്നുണ്ട്. ഞാൻ ഡെയിലി എല്ലാം അപ്പോൾ തന്നെ ചെയ്ത് വയ്ക്കാറുണ്ട്. പിന്നേക്ക് വെച്ചാൽ നമുക്ക് എല്ലാം കൂടെ ഒരുപാട് പണിയാവും. അതിനുശേഷം സിങ്കും കൂടെ ഒന്ന് തേച്ച് കഴുകിയിടുന്നുണ്ട്. എല്ലായിടവും നല്ല നീറ്റായി കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാനൊരു പ്രത്യേക വൈബാണ് കിട്ടുന്നത് അല്ലേ. പിന്നെ ഞാൻ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് സെറ്റാക്കി ഇടുന്നുണ്ട്. അതിനുശേഷം ഞാൻ പോയി അലക്കുകയാണ്. ഇന്ന് കുറച്ച് അലക്കാനുണ്ടായിരുന്നുള്ളൂ. നിർത്താതെയുള്ള മഴ കാരണം അലക്കിയത് ആറിക്കിട്ടാൻ നല്ല പ്രയാസമാണ്. കുറച്ച് വെയിലറിച്ചപ്പോൾ ഞാൻ എല്ലാം എടുത്ത് ആറിയിടുന്നുണ്ട്. അതിനുശേഷം ഞാൻ പോയി എല്ലാ ബെഡ്റൂമിലെയും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് സെറ്റാക്കിയിടുന്നുണ്ട്. പിന്നെ എല്ലായിടവും ഒന്ന് തൂത്ത് വാരിയിട്ടു. ഞാൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യമേ അണ്ണാമലയൊക്കെ തട്ടാറുള്ളൂ, അങ്ങനെ പെട്ടെന്നൊന്നും വരാറില്ല. പിന്നെ ഞാൻ എല്ലായിടവും ഒന്ന് തുടച്ചു കൂടെ ഇടുന്നുണ്ട്. ഇന്ന് ഞാനൊരു ചെമ്മീൻ ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കുന്നത്. കുറേ ആയി ചെമ്മീൻ ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഇന്ന് ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇതാ ചെമ്മീനൊക്കെ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. 2 തേങ്ങയുടെ ചമ്മന്തിപ്പൊടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. തേങ്ങയിലേക്ക് 10 ചെറിയുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിൽ പുളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് എരിവ് ആവശ്യമായ ഒരു 12 വറ്റൽമുളകും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കുക. വെളിച്ചെണ്ണ ഒട്ടും ചേർക്കാത്തത് കൊണ്ട് അടിയിൽ പിടിക്കാൻ ചാൻസാണ്, അതുകൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. വെളിച്ചെണ്ണ ചേർത്താൽ ഒരുപാട് നാളത്തേക്ക് നിൽക്കില്ല, പെട്ടെന്ന് കേടായി പോകും. അപ്പോൾ ഇതാ ഞാൻ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവമാകണം. എന്നിട്ട് നന്നായി മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം 4 മണിയായി. അപ്പോൾ ഞങ്ങളുടെ ചായ ടൈമാണ് ഇപ്പോൾ. നല്ല ചൂടുള്ള മൈദ കൊണ്ടൊരു ഓട്ട അടച്ചിട്ടിട്ടുണ്ട്. നല്ല ചൂട് ചായയും ഇനി ഞങ്ങൾ കുടിച്ചിട്ട് വരട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ, ബൈ.